എല്ലാവർക്കും ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എഗിൻ ഒരു വൈറ്റനിങ് ക്രീമായിട്ടാണ്. നമ്മൾ കെൻസ അല്ലെങ്കിൽ ഗോറി, ഫേസ ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മളാരും ശ്രദ്ധിക്കപ്പെടാണ്ട് പോയ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്രീമിനെ കുറിച്ച്, ഒരു വൈറ്റനിങ് ക്രീമിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് വൈറ്റനിങ്ങിനെക്കാളും ലൈറ്റനിങ് ആണ് ഈ ഒരു ക്രീം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രീമിന്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ ക്രീമിന്റെ പേരാണ് സ്കിൻ ലൈറ്റ് എന്നാണ് പേര്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് മുമ്പായിട്ട് ചാനലായിരിക്കും പുതിയതായിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അടുത്ത് വരുന്ന ചെറിയ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. സോ വീഡിയോ കാണാം. നമ്മുടെ സാധാരണ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് സ്കിൻ ലൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ട്യൂബ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇതിന്റെ റിവ്യൂ പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടല്ല, കാരണം ഇത്തരത്തിലുള്ള ക്രീംസ് ഒന്നും ഉപയോഗിക്കാനുള്ള എനിക്ക് എത്രക്ക് അങ്ങോട്ട് വെളുക്കണം എന്നൊരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ക്രീംസും ട്രൈ ചെയ്യുന്നില്ല. പക്ഷെ ഇതെന്റെ സുഹൃത്തുക്കളായിട്ടുള്ള 1-2 പേര് ഇതിൽ തന്നെ കമന്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഈ ക്രീംസിന്റെയും കൂടെ റിവ്യൂ ഒന്ന് ചെയ്ത് തരാമോ, കാരണം മേ ബി അവർ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അന്വേഷിച്ചിട്ട്, അത് ഉപയോഗിക്കുന്നവരെ കണ്ടുപിടിച്ച് അവരോട് അന്വേഷിച്ചിട്ട് ഉപയോഗിച്ചവരോടും കൂടെ അന്വേഷിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പോരാത്തിന് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ എനിക്കറിയാവുന്ന 1-2 പേരോടും കൂടെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്കിൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു 20 ഗ്രാം പ്രോഡക്റ്റ് ആണ്. ഈ ഒരു 20 ഗ്രാം പ്രോഡക്റ്റിന് എന്താ പറയാ 165 രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കിൻ ലൈറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്ര സമയത്തിൽ ചെയ്യണമെന്നൊന്നും അല്ല പറയുന്നത്. അതായത് ഈ സ്കിൻ ലൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മള് സാധാരണ നമ്മൾ മുഖം വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്കിൻ ലൈറ്റ് മുഖത്ത് തേക്കുകയാണ്. സോ ഈ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് സ്കിൻ ലൈറ്റൻ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആക്നി, പോഴ്സ് കാര്യങ്ങളൊക്കെ പോകുന്നതാണ് അവർ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ വഴി പറയാം. അപ്പോൾ ഈ ഒരു ക്രീം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 6 അല്ലെങ്കിൽ 7 ദിവസത്തെ ഒരു പീരീഡാണ് അവർ പറയുന്നത്. ഈ 6-7 ദിവസം കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ ചുറ്റും, നമ്മുടെ ചുണ്ടിന്റെ, അതായത് നമ്മുടെ ചുണ്ടിന്റെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഒക്കെ ഇങ്ങനെ നമുക്ക് റെഡ് കളറിൽ, അത് റെഡ് റാഷസ് ഇങ്ങനെ വന്നു തുടങ്ങും കംപ്ലീറ്റ് മുഖത്ത്. അപ്പൊ നമ്മള് പിന്നെ ഒരു 7-8 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ആകെ ഡാർക്കൻ ആവാൻ തുടങ്ങും, നമ്മൾ കറുത്ത് വരും. നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു നാച്ചുറൽ, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിലൊക്കെ ഇതൊരു നാച്ചുറൽ ആയിട്ട് തന്നെയുള്ളൊരു എന്താ പറയാ ഡാർക്കനാണ്. പക്ഷെ ആ ഒരു ഡാർക്കുന്നത് ഒരുപാട് കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രീം കൂടെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡാർക്കിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഉണ്ടായിരുന്ന രൂപത്തിൽ നമ്മൾ വളരെ വിയേർഡ് ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റാനുള്ള ഒരു കഴിവ് ഈ ഒരു ക്രീമിനുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിലടങ്ങിയിട്ടുള്ള മെയിൻ കെമിക്കൽസ് എന്ന് പറയുന്നത് ഒന്ന് ഹൈഡ്രോക്വിനോൺ ആണ്, രണ്ടാമത്തത് ടെട്രിനോൺ ആൻഡ് മൂന്നാമത്തത് മെമോസ്റ്റോൺ ഫോർട്ട് എന്നാണ് ഈ ഒരു 3 പ്രൊഡക്റ്റിന്റെ പേര്. അതായത് 3 കെമിക്കൽസ്. ഇതിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന 3 കെമിക്കൽസിന്റെ പേരാണ് ഇത്. ഇനി ഹൈഡ്രോക്വിനോൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് ഒരു 7-8 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഉള്ളതിലും ഡാർക്കനായിട്ട് വരാൻ തുടങ്ങും ഞാൻ പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഡാർക്കൻ ചെയ്യുന്നത്? ഈ ഡാർക്കൻ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു 3 മെയിൻ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഒരു 3 മെയിൻ കെമിക്കൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിൽ ഒന്നാമത്തെ കെമിക്കൽ ആയിരുന്നു ഹൈഡ്രോക്വിനോൺ. ഈ ഹൈഡ്രോക്വിനോൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഹൈ റെഡ്യൂസിങ് ഏജന്റ് ആണ്, അതായത് ഒരു ഹൈ ബ്ലീച്ചിങ് ഏജന്റ് ആണ്, ഹൈ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു എന്താ പറയാ നമ്മുടെ ഈ ഒരു ഹൈഡ്രോക്വിനോൺ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോക്വിനോൺ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സ്കിൻ ബ്ലീച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് അമിതമായിട്ടാണ് ഈ ഒരു ക്രീമിലേക്ക്, അതായത് മെയിൻ ആയിട്ടുള്ള 3 കണ്ടന്റ്സിൽ ഒന്നാകുമ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാം ഇത് എത്രത്തോളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്രീം നമ്മുടെ സ്കിന്നിന്റെ ഫസ്റ്റ് ലെയറിനെ ബാധിക്കും അല്ലെങ്കിൽ എഫക്ട് ചെയ്യും. ഈ നമ്മുടെ ഫസ്റ്റ് സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെയർ ഓഫ് സ്കിന്നിനെ ഇവര് ബേൺ ചെയ്യും. ഈ ബേൺ ചെയ്യുന്നത് വഴി നമ്മുടെ ആദ്യത്തെ തൊലി പോയിട്ട് പിന്നെ നമ്മുടെ ഫേസ് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു ക്രീമും ചെയ്യുന്നത്. അതായത് ഈ ഒരു കണ്ടന്റോട് കൂടിയിട്ടുള്ള ക്രീം ആയതുകൊണ്ട് ഇത് ചെയ്യുന്നത്. നമ്മുടെ US ഗവൺമെന്റ്, അതായത് US-ലുള്ള ഗവൺമെന്റ്സ് ഈ ഒരു ഹൈഡ്രോക്വിനോൺ എന്ന് പറഞ്ഞ രാസവസ്തു നമ്മുടെ ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ്, അതായത് അവരുടെ നാട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചു തരുന്നു. അപ്പൊ ഈ ഹൈഡ്രോക്വിനോണിന്റെ ജന്മദേശവും US ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ അവിടെ നിരോധിച്ചത്. അത് നിരോധിച്ചത് 2006-ലായിരുന്നു. ഈ 2006 നിരോധിച്ച ശേഷം നമുക്കറിയാം ഒരു പ്രശ്നം വന്ന ഒരു കാര്യം നമ്മൾ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ അവർ പോവല്ലോ. അതുപോലെ അവർ ചെയ്യുന്ന ഒരു 7 വർഷം നിയമമായിട്ട് അവർ പോരാടിയ ശേഷം അവർ അവസാനം ഈ ബാൻ അങ്ങ് റിമൂവ് ചെയ്തത്. ഹൈഡ്രോക്വിനോൺ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന്റെ ബാൻ കമ്പനി അവർ
പ്രൊഡക്ട്സിനെ അവർ കോടതിയിലൊക്കെ പോയിട്ട് കംപ്ലീറ്റ് കേസൊക്കെ ആയി അത് അവർ ആ ബാൻ അവർ റിമൂവ് ചെയ്തു. പക്ഷേ റിമൂവ് ചെയ്യുമ്പോൾ കോർട്ട് അവർക്കൊരു നിർദ്ദേശം കൊടുത്തു, അല്ലെങ്കിൽ ഒരു നിബന്ധന വെച്ചു. അതായത് ഈ ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പർപ്പസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നവരൊരു നിബന്ധന വെച്ചു. അങ്ങനെയാണ് അവർ സ്കിൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ക്രീമിന്റെ രൂപത്തിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ എന്താ പറയാ ഈ ഒരു കെമിക്കലിൽ നമ്മുടെയൊക്കെ ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അറിവിലേക്ക് അവർ എത്തിച്ചത്. എന്നാലും പലർക്കും അറിയില്ല ഇതിന് ഈ ഒരു സ്കിൻ ലൈറ്റ് എന്ന് പറഞ്ഞ ക്രീമിന് ഇത്രയും വലിയൊരു ബാഡ് എഫക്റ്റ് ഉണ്ടെന്ന്. ഉപയോഗിച്ചവർക്ക് കുറെ പേർക്ക് അറിയായിരിക്കും, എന്നാലും ഉപയോഗിക്കാത്ത ഒരുപാട് പേർക്കൊന്നും അറിയില്ല. ഇനി രണ്ടാമത്തെ വസ്തുവാണ് ടെട്രിനോൻ. ഈ ടെട്രിനോൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ ആക്നെ, പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. നമുക്കറിയാം എന്ത് കെമിക്കലാണെങ്കിലും നമ്മുടെ മുഖത്തിനത് മോശമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് ടെട്രിനോൻ. അപ്പൊ ഈ ടെട്രിനോൻ ഒരു പരിധിയിൽ കൂടുതൽ അളവിൽ എടുക്കുന്നത് കൊണ്ടാണ് അതിന് എന്താ പറയാ ഈ ഒരു നമ്മുടെ മുഖത്തേക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒരു പോക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു 7 ദിവസം നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ നിർത്തുന്നതിനേക്കാൾ മുമ്പേ തന്നെ നമുക്ക് സൈഡ് എഫക്ട്സ് വന്നു തുടങ്ങുന്നതാണ് ഇതിന്റെ കാര്യം. അപ്പൊ നിർത്തിക്കഴിഞ്ഞാലും സൈഡ് എഫക്ട് ഉറപ്പാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് സ്കിന്നിൽ സൈഡ് എഫക്ട് വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ സൈഡ് എഫക്ട് വരുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും DIYs ഒന്നും തന്നെ ട്രൈ ചെയ്യരുത്. കാരണം എല്ലാ സ്കിന്നും എല്ലാ സമയത്തും DIYs സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ DIYന് കുറ്റം പറഞ്ഞതിനേക്കാളും നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിത്തൗട്ട്, അതായത് ഒരു ഡോക്ടറിന്റെ പെർമിഷൻ ഇല്ലാണ്ടാണ് ഈ ഒരു ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് ഇത് കാര്യങ്ങൾ പറയണം. കാരണം ഈ ഒരു ക്രീമിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു തമാശ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ട്യൂബിന്റെ മേലെ തന്നെ അവർ എഴുതിയിട്ടുണ്ട് ഇതൊരു മെഡിക്കൽ, അതായത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസറിന് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് എന്താ പറയാ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കിത് വാങ്ങിക്കാൻ പറ്റില്ല. പോരാത്തിന് പ്രിസ്ക്രിപ്ഷൻ വേണമെന്നും കൂടെ അതിന്റെ മേലെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയാ നമുക്കൊരു പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യമൊന്നും ഉണ്ടാവുന്നില്ല. അവർ ഉടനെ നമുക്ക് എടുത്ത് തരുന്നുണ്ട്. മേ ബി അതൊരു അവരുടെ ഒരു ബിസിനസ് പർപ്പസിന്റെ കാര്യത്തിന് വേണ്ടി ആയിരിക്കാം. എങ്കിൽ പോലും അതുകൊണ്ടാണ് പലരും ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നത്. കാരണം എല്ലാ ഡോക്ടേഴ്സും ഒന്നും ഇത് പെട്ടെന്ന് എഴുതി കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ കുറച്ചൊന്ന് വെളുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുള്ള ആൾക്കാർ ഓടിച്ചാടി ഇതുപോലത്തെ ക്രീംസിൽ തലവെച്ച് കൊടുക്കുകയാണ്. അത് അറിഞ്ഞുകൊണ്ടൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ അറിയാണ്ട് അതിലേക്ക് തലവെച്ച് കൊടുത്ത് പോവുകയാണ്. ഇനി മെമോസ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ ഉപയോഗിക്കുന്നത് നമ്മൾ പൊതുവെ ഇച്ചിങ് ഒക്കെ മാറാനാണ്, അല്ലെങ്കിൽ തണർപ്പ്, ഇച്ചിങ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറാനാണ്. പക്ഷെ ഈ ഒരു ക്രീമിന്റെ കൂടെ അതായത് ഈ 3 കണ്ടന്റ്സും ഒരുമിച്ച് വരുമ്പോഴേക്കും അത് വലിയ സൈഡ് എഫക്റ്റ് ആയിട്ട് മാറാണ്. കാരണം ഇത് 3ന്റെയും കെമിക്കൽ കണ്ടന്റ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഒക്കെ ഡിഫറെന്റ് ആണ്, പരസ്പരം റിയാക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു ക്രീം നമ്മുടെ മുഖത്തേക്ക് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം മുഖത്ത് ഇച്ചിങ് ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, തണർപ്പ് വരും. പക്ഷെ ഇതിനൊക്കെ റെഡ്യൂസ് ചെയ്യേണ്ട സാധനമാണ് നമ്മുടെ മെമോസ്റ്റോൺ എന്ന് പറയുന്ന സംഭവം. പക്ഷെ ഈ ഒരു 3 പ്രൊഡക്റ്റും പരസ്പരം എന്താ പറയാ ചേരില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ മുഖത്തിന് അത് സൈഡ് എഫക്റ്റ് ആയിട്ട് തന്നെ വരുന്നത്. നമ്മുടെ മുഖം ഡാർക്കൻ ആവുന്നതും, നമ്മുടെ മുഖത്ത് കറുപ്പ് സ്പോട്ട്സ് വരുന്നതും, നമ്മുടെ സ്കിൻ ബേൺ ചെയ്ത് പോകുന്നതും എല്ലാം അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ക്രീമിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് നമ്മളെ ഡാർക്കൻ ചെയ്യുന്നതെന്നും അതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസോ ഇമെയിൽ വഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.